ഇങ്ങനെയുള്ള ഈ എൻഡോർഫിൻ കെമിക്കൽസിനെ പോലെയുള്ള കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെസ്സും പെയിനും ഫീൽ ചെയ്യാത്ത അവസരങ്ങളിൽ എങ്ങനെയാണ് ഈ എൻഡോർഫിനെ റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ, മസാജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ, സെക്സ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്ന സമയത്തും ഈ ഒരു എൻഡോർഫിനെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോർഫിനെ നമുക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനും സ്ട്രെസ്സിനെ കുറക്കാനും, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് വെൽബീയിങ് അതും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കൂട്ടാനും നമുക്ക് ഈ എൻഡോർഫിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരേ സമയം തന്നെ സൈക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും നമുക്ക് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. കാരണം സൈക്കോളജിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഒരു വെൽബീയിങ് തരുന്നുണ്ട്, സ്ട്രെസ്സൊക്കെ കുറച്ചിട്ട്. ഫിസിയോളജിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പെയിന് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ എൻഡോർഫിൻസ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. കാരണം നമ്മൾ ഹൈ സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് അടുത്ത് വന്നിട്ട് സമാധാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലീഫ് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ലേ, അതേപോലെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ എൻഡോർഫിനും ചെയ്യുന്നത്. അതായത് നമ്മൾ അത്രയും സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഹൈപ്പോതലാമസും എൻഡോർഫിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് റിലീസ് ചെയ്യുമ്പോൾ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നുള്ള ആ ഒരു സിനാരിയോ മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ എൻഡോർഫിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ന്യൂറോൺസ് ആണെങ്കിലും ഹോർമോൺസ് ആണെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള എന്ത് കാര്യമാണെങ്കിലും, വിറ്റാമിൻസ് ആവാം, മിനറൽസ് ആവാം, അതൊക്കെ ഓരോ ആളുകളിലും ഡിഫറൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അളവിലാവും ശരീരത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് എൻഡോർഫിൻ്റെ ലെവലും. പല ആളുകളിലും അതിൻ്റെ അളവ് ഡിഫറൻ്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെ അളവ് വേരി ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ഫോർ എക്സാമ്പിൾ, ഒരേ രീതിയിൽ ആളുകൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരേ ടൈമിൽ തന്നെ ആളുകൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് എൻഡോർഫിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പല ആളുകളിലും. അതായത് എനിക്ക് പ്രൊഡക്ഷൻ നടക്കണ പോലെ ആവില്ല വേറൊരാൾക്ക് എൻഡോർഫിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഡോർഫിൻ എന്ന് പറയുന്നത് എൻഡോജീനിയസ് ഒപ്യൂട്ട്സ് ആണ്. അഥവാ നമ്മുടെ ബോഡിയിൽ തന്നെ നാച്ചുറലായിട്ട് പെയിൻ റിലീവ് ചെയ്യാൻ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഈ എൻഡോർഫിൻസ്. പിന്നെ നമുക്ക് ഈ കെമിക്കൽസിനെ ഫീൽ ഗുഡ് കെമിക്കൽസ് എന്ന് പറയാം. കാരണം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കലാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫീൽ ഗുഡ് കെമിക്കൽസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എൻഡോർഫിൻ ഹോർമോൺസിൻ്റെ റിലീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബയോളജിക്കൽ പാത്വേ എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസാണ് നമ്മളൊന്ന് നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു പെയിനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുമ്പോൾ അത് ഹൈപ്പോതലാമസിന് സിഗ്നൽസ് കൊടുക്കും. ഹൈപ്പോതലാമസിനോട് CRF അഥവാ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ഈ CRF ഹൈപ്പോതലാമസിന് പിന്നെ പോകുന്നത് പിറ്റ്യൂട്ടറിയിലേക്കാണ്. നമുക്കറിയാം പിറ്റ്യൂട്ടറിക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. അതിലെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ഈ CRF പോകും. പിറ്റ്യൂട്ടറിയിലുള്ള ഒരു ഹോർമോണാണ് മെലാനോകോർട്ടിൻ, POMC. ഈ POMCനെ ക്ലീവ് ചെയ്യും, അതായത് മുറിക്കും. എന്നിട്ട് ബീറ്റ ലിപ്പോട്രോഫിൻ റിലീസ് ചെയ്യും. ഈ ബീറ്റ ലിപ്പോട്രോഫിൻ എന്താവും, പിന്നെ എൻഡോർഫിൻ ആവും. അങ്ങനെയാണ് എൻഡോർഫിൻ ഉണ്ടാവുന്നത്. എൻഡോർഫിൻസ് പിന്നെ എന്താവും, എൻഡോർഫിൻ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. ഈ എൻഡോർഫിൻ റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നത് ഒരു ലോക്ക് ആൻഡ് കീ മെത്തേഡിൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, എൻഡോർഫിൻ ഹോർമോൺ അല്ലെങ്കിൽ ഏതൊരു ഹോർമോണും അതിൻ്റെ റിസപ്റ്ററും തമ്മിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ഒരു ലോക്ക് അത് ഓപ്പൺ ആവണമെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ളൊരു കീ വന്നാലേ അത് ഓപ്പൺ ആവുന്നുള്ളൂ അല്ലേ.
അതേപോലെ തന്നെ എൻഡോർഫിൻ റിസപ്റ്റേഴ്സും അതേപോലെ തന്നെയാണ് എൻഡോർഫിൻ റിസപ്റ്റേഴ്സും. ആ എൻഡോർഫിൻ റിസപ്റ്ററിൽ വേറെ ഏത് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്താലും അതിൻ്റെ ആക്ഷൻ നടക്കില്ല. അങ്ങനെ എൻഡോർഫിൻ റിസപ്റ്ററിൽ ഈ ഈ സബ്സ്റ്റൻസ് വന്ന് ബൈൻഡ് ചെയ്താലാണ് സിഗ്നൽസ് സെൻഡ് ചെയ്യുക. ഈ സിഗ്നൽസ് സെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഹോർമോണ്, അതായത് എൻഡോർഫിൻ എന്നുള്ളൊരു ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എൻഡോർഫിൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബോഡിയിൽ ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് എൻഡോർഫിൻ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആക്ച്വലി നമ്മുടെ സർവൈവലിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്താണ്, നമ്മുടെ ബോഡിക്കാണെങ്കിലും മൈൻഡിനാണെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അതായത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരു വ്യക്തിയിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ആണെങ്കിലും അത് ലോങ് ടൈം നിന്നാൽ നമ്മുടെ സർവൈവലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവിടെ എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സർവൈവലിന് കൂടിയാണ് ഇത് എൻഡോർഫിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് പെയിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ സർവൈവലിനെ അത് സ്മൂത്ത് ആക്കാൻ പറ്റുള്ളൂ. ഈ ഈ പെയിനെ എങ്ങനെയാണ് എൻഡോർഫിൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് പെയിൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം സംഭവിച്ചൊരു പെയിൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സമയം തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ആകുമ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള അഫ്രൻ നെർവ്സ് ആ ഒരു സെൻസറി ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യും. അവിടെ, അതായത് ബ്രെയിനിൽ ആ ഒരു കാര്യം അതായത് കൈ തട്ടി പെയിനായി എന്നൊരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് അവിടുന്ന്, അതായത് ബ്രെയിനിന്ന് എൻഡോർഫിനെ റിലീസ് ചെയ്യും. അങ്ങനെ എൻഡോർഫിനെ റിലീസ് ചെയ്യുമ്പോൾ ആ എൻഡോർഫിൻ അവിടെയുള്ള പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അതായത് ബ്രെയിനിലേക്ക് വരുന്ന പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അങ്ങനെ വരുന്ന പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ആ ഒരു പെയിൻ എന്ന ഫീലിനെ റെഡ്യൂസ് ചെയ്ത് നിർത്തലാണ് ഈ എൻഡോർഫിൻ്റെ ഫങ്ഷന്. അങ്ങനെ, അതായത് എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ആ പെയിൻ എന്നുള്ളൊരു ഫീല് നമുക്ക് കുറയാണ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഫങ്ഷനിങ്ങിനെ കണ്ടിന്യൂ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പെയിനോ സ്ട്രെസ്സോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫങ്ഷനിങ്ങിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അതായത് നമുക്ക് ഫങ്ഷനിങ് ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫങ്ഷനിങ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ആ ഒരു ടൈമിൽ എൻഡോർഫിൻ്റെ ആക്ഷൻ നമ്മുടെ പെയിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഫങ്ഷനിങ് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബെനഫിറ്റ്സ്. മെയിനായിട്ട് പറയാനുള്ളത്, ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിൻ്റെ ഒരു പരിഹാരമാണ് ഈ എൻഡോർഫിൻ്റെ റിലീസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കലായിട്ടും ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഒരു പരിഹാരമാണ് എൻഡോർഫിൻ എന്നാണ് പറയുന്നത്. കാരണം ഡിപ്രഷൻ്റെ ഒക്കെ സിംറ്റംസ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡോർഫിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എൻഡോർഫിനെ റിലീസ് ചെയ്യാൻ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിപ്രഷൻ്റെ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ആക്ടിവിറ്റീസിലൂടെ. അതേപോലെ തന്നെ ഡിപ്രഷന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും എന്തെങ്കിലും യോഗാസോ എക്സസൈസോ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഡിപ്രഷൻ്റെ സിംറ്റംസ് കുറക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ എക്സസൈസൊക്കെ എൻഡോർഫിൻ്റെ റിലീസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഡിപ്രഷൻ സിംറ്റംസ് കുറച്ചിട്ട് ഒരു മെൻ്റൽ വെൽബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തതാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഈ എൻഡോർഫിൻ്റെ ലെവൽ കുറയുമ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും നമുക്ക് കൂടും. അപ്പം എന്താക്കും, കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് സെൽഫ് ഇമേജ് കൂട്ടാനായിട്ടും ഈ എൻഡോർഫിൻ എന്താക്കുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് മെൻ്റലി ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിനെ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സെൽഫ് ഇമേജ് കൂട്ടാനും കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ടെന്നാണ് ഒരുപാട് സ്റ്റഡീസ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള
പോലുള്ള കാര്യങ്ങൾ വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൻഡോർഫിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി എന്താണ് നമുക്ക് സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടും. അതായത് എന്താ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെസ് ഹോർമോണാണ്. അപ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടും. അപ്പോൾ എന്താകും, നമ്മളെ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറവാകും ചെയ്യും. അപ്പോൾ ഈ എൻഡോർഫിന്റെ റിലീസ് ഇത്തരം ഡിസീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുക. മാത്രമല്ല സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കുറക്കുന്നത് കൊണ്ടും ബ്ലഡ് പ്രഷർ കുറയുന്നത് കൊണ്ടും ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഡിസീസ് വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ എൻഡോർഫിൻസിനെ കൊണ്ട് സഹായിക്കും. അതേപോലെ തന്നെ മെമ്മറി എൻഹാൻസ് ചെയ്യാനും വെയിറ്റ് ലോസ് അഥവാ വിശപ്പിനെ കുറക്കാനും ഈ എൻഡോർഫിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ചൈൽഡ് ബെർത്ത് പെയിൻ. അതായത് സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേബറിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന അഥവാ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന പെയിനെ കുറക്കാൻ ഈ എൻഡോർഫിൻ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരിൽ ലേബർ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറവാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡെലിവറിൻ്റെ ടൈമിൽ ഈ എൻഡോർഫിൻ്റെ ലെവൽ കൂടുതലുള്ള ആൾക്കാർക്ക് എന്തേക്കാരം, അവർക്ക് ലേബർ പെയിൻ കുറവായിക്കാരം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻഡോർഫിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയാണ് റിലീസിങ് എൻഡോർഫിൻസ്. എങ്ങനെയാണ് നമ്മൾ എൻഡോർഫിൻസിനെ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ആണ്. ഇത് ഡിഫറെൻറ്റ് വേ കൂടെ നമുക്ക് എക്സസൈസ് ചെയ്യാം. സൈക്കിൾ ചവിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓടുക, നടക്കുക, യോഗ ചെയ്യുക, ഡാൻസ് ചെയ്യുക, സ്വിം ചെയ്യുക. ഇതൊക്കെ എൻഡോർഫിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല മെഡിറ്റേഷൻ ചെയ്യുക, അതായത് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ലൈക്ക് മെഡിറ്റേഷൻസ്, അതേപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്, അതിലൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, എൻഡോർഫിനെ റിലീസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എക്സസൈസിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സസൈസിലൂടെയും നമുക്ക് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. അതേപോലെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതിലൂടെ, മ്യൂസിക് കേൾക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് എൻഡോർഫിനെ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചിരിക്കുമ്പോഴും നമുക്ക് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. അതേപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അതായത് എരിവ് കൂടിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും പറഞ്ഞു. അതേപോലെ തന്നെ റണ്ണേഴ്സ് ഹൈ, നമ്മൾ ആദ്യം പറഞ്ഞു, റണ്ണറിന് അങ്ങനെ ഒരു റണ്ണർ എൻഡിലെത്തുമ്പോൾ അവർക്കൊരു എക്സ്ട്രീം പ്ലഷർ കിട്ടുന്നുണ്ട്. അതും ഈ ഒരു എൻഡോർഫിൻ റിലീസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അതേപോലെ അടുത്തതാണ് അക്യുപഞ്ചർ. നമ്മൾ പ്രോഫിക്സഡ് പോയിന്റ്സിൽ നീഡിൽസ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, എൻഡോർഫിൻസ് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുറച്ച് ഫുഡിലൂടെയും ഇതിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ചില ഫുഡ് ഐറ്റംസ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്. നമ്മൾ ഒരുപാട് ഇതിൽ കേൾക്കാം അല്ലേ, ഡാർക്ക് ചോക്ലേറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് എന്നൊക്കെ. അതേപോലെ തന്നെ അത് എന്താക്കുന്നുണ്ട്, ഈ ഡാർക്ക് ചോക്ലേറ്റ് തിന്നുന്നത് നമ്മളെ എൻഡോർഫിനും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചില ആൽക്കഹോൾസ്, കഫീൻസ്, അതേപോലെ വിറ്റാമിൻ ബി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഫിഷ്, ബീഫ് ലിവർ, ചിക്കന്, എഗ്ഗ്, ഓട്സ്, നട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താവുന്നുണ്ട്, നമുക്ക് എൻഡോർഫിൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്ട്രോബെറീസ് കഴിക്കുക, അവക്കാഡോ കഴിക്കുക, നട്ട്സ് കഴിക്കുക, സീഡ്സ് കഴിക്കുക, മിനറൽസ് കഴിക്കുക. മിനറൽസ് പറയുന്നത് എന്താണ്, ന്യൂട്രീഷൻസ് ആണല്ലേ. അതിൽ കാൽസ്യം വരും, പൊട്ടാസ്യം വരും, സോഡിയം വരും, സൾഫർ വരും. അതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ എന്താക്കാം, നമുക്ക് നാച്ചുറലായിട്ട് ഫുഡ് ഐറ്റംസ് കൂടെ ഈ എൻഡോർഫിൻസിനെ റിലീസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് കണ്ടീഷൻസ് ആൻഡ് ഡിസോർഡേഴ്സ്. അതായത് എൻഡോർഫിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക എന്നാണ്. നമ്മൾ വിചാരിക്കും എൻഡോർഫിൻസിൻ്റെ ലെവൽ കൂടിയാൽ നല്ലതല്ലേന്ന്. പക്ഷേ നമ്മുടെ ബോഡിയിൽ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ വിറ്റാമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഹീമോഗ്ലോബിൻ ആണെങ്കിലും, ഹീമോഗ്ലോബിൻ നമുക്കറിയാം ഒരു ലെവലുണ്ട്, അല്ലെങ്കിൽ 12 to 15, 13 to 17, അങ്ങനെ ഒരു ലെവലുണ്ട്. അതിൽ നിന്ന് അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവർ ആയാൽ എന്താവും, അതിൻ്റെ അളവ് കുറഞ്ഞാലും ബോഡിയിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എൻഡോർഫിൻ്റെ കാര്യം. നമ്മൾ പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അമിതായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് എന്ത് നല്ല കാര്യമാണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, കുറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എൻഡോർഫിൻ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്ന് ഡിപ്രഷൻ. എൻഡോർഫിൻ ലെവൽ കുറഞ്ഞാൽ അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ എൻഡോർഫിൻസ് നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ഫീൽ ഗുഡ് ഹോർമോൺ ആണെന്നുള്ളത്. അപ്പോൾ ഈ മൂഡ് റെഗുലേഷൻ പോസിബിൾ അല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സും ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ കൂടും. അതേപോലെ ലോ മൂഡ് തോന്നുക, ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സാഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യും ഈ എൻഡോർഫിൻസ് കുറഞ്ഞാൽ. വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോർഫിൻസ് നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് അനഡോണിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അനഡോണിയ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് എന്ത് ചെയ്താലും, അതായത് നമ്മൾ പറഞ്ഞു അച്ചീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് കിട്ടിയാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് എന്താവും, വേണ്ടത്ര അവർക്ക് അതിലൊരു പ്ലഷർ കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അനഡോണിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എൻഡോർഫിൻ ലെവൽ കുറയുന്ന സമയത്ത് ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല. അപ്പോൾ നമ്മൾ എന്ത് പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്താലും അതിൽ നിന്നൊന്നും ഒരു പ്ലഷറോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ കണ്ടെത്താൻ പറ്റൂല. പിന്നെ മെയിൻ റീസൺ എന്താന്ന് പറയണമെന്ന് വെച്ചാൽ എൻഡോർഫിൻസും ഡൊപ്പാമിൻസും ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് എൻഡോർഫിൻ്റെ അളവ് കുറയുമ്പോൾ ഡൊപ്പാമിൻ്റെയും കോർട്ടിസോളിൻ്റെയും ഒക്കെ അളവ് ബോഡിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോർഫിൻ്റെ അളവ് കുറയുമ്പോൾ അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഈ എൻഡോർഫിൻ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞ പോലെ, ഈ എൻഡോർഫിന് മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലോ ലെവല് സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സാജുറേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ടൈമിൽ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താവും, ഭയങ്കര എക്സാജുറേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾക്ക് എൻഡോർഫിൻ ലെവല് പ്രൊഡക്ഷൻ നോർമൽ ആവുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ലെവൽ കുറയുമ്പോൾ ആ ഒരു സ്ട്രെസ്സിനോട് കാണിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സാജുറേറ്റഡ് ആയിരിക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് അത് ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻഡോർഫിൻ്റെ ലെവൽ കുറഞ്ഞതുകൊണ്ട് നമ്മുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻസിലേക്ക് ഇത് പോകുന്നത്. ഓക്കെ, അടുത്തതാണ് ഫൈബ്രോമയോൾജിയ എന്ന് പറയുന്നത്. ഇതൊരു ഹെൽത്ത് കണ്ടീഷനാണ്. ഫൈബ്രോമയോൾജിയ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ശരീരഭാഗങ്ങളിൽ അല്ലെങ്കിൽ മസിൽസിലൊക്കെ പെയിൻ ഉണ്ടാവും. ഇതുണ്ടാകുമ്പോൾ ഈ ഒരു കണ്ടീഷന് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ എൻഡോർഫിന് നമ്മുടെ പെയിന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു എൻഡോർഫിൻസ് നമ്മളെ പെയിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഈ എൻഡോർഫിൻ ലെവൽ കുറയുന്ന സമയത്ത് നമുക്ക് ചെറിയ പെയിൻ ആണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് പെർസീവ് ചെയ്യും നമ്മൾ. അതായത് ചെറിയ പെയിൻ പോലും ഭയങ്കര സെൻസിറ്റീവായിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താവും, ചെറിയ പെയിനും ഭയങ്കര പെയിനായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഫൈബ്രോമയോൾജി ഉണ്ടാവുമ്പോൾ അതിൻ്റെ പെയിൻ കൂടുതലായിട്ടാവും അവർക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ ഫൈബ്രോമയാൾജിൻ്റെ സിംറ്റംസ് കൂടാനും ചാൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം, ഒരു മസിൽസിൽ പെയിൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബോഡിയിൽ പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എന്താവും, അതൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഫൈബ്രോമയാൾജിൻ്റെ സിംറ്റംസ് ഒക്കെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കൂടാനുള്ള ചാൻസ് ആണുള്ളത്. അടുത്തതാണ് അഡിക്ഷൻ. അഡിക്ഷൻ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയാം. ദെൻ സ്ലീപ്പ് ഇഷ്യൂസ്. നമുക്ക് ഉറക്കമുണ്ടാവാതിരിക്കുക എപ്പോഴാണ്? ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. നമുക്ക് ഉറക്കമുണ്ടാവാതിരിക്കണ ഒരവസ്ഥ എപ്പോഴാണ് വരിക? സ്ട്രെസ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, പിന്നെ
ആൻസൈറ്റി ഉണ്ടാവുമ്പോ ഒക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തിനേലും കുറിച്ചിട്ട് ഓവറായിട്ട് ആൻഷ്യസ് ആവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് എന്തായിട്ട് മെയിനായിട്ട് നമുക്ക് ഉറക്കം പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡോർഫിൻ റിലീസ് നമ്മുടെ പെയിനെ റെഡ്യൂസ് ചെയ്യാനും ഹാപ്പിനെസ് അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിനെ ഇൻക്രീസ് ചെയ്യാനും എൻഡോർഫിൻ്റെ റിലീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെവൽ കുറഞ്ഞാൽ, അതായത് എൻഡോർഫിൻ്റെ ലെവൽ കുറഞ്ഞാൽ ഫിസിയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൈൻഡിനെ ഒരു പീസ്ഫുൾ ആക്കാൻ ഈ എൻഡോർഫിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ എൻഡോർഫിൻ്റെ അളവ് കുറയുമ്പോൾ അത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഈ എൻഡോർഫിൻ്റെ ലെവൽ കുറഞ്ഞാൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അടുത്തതാണ് സെൽഫ് ഹാം. ഈ എൻഡോർഫിൻ്റെ ലെവലിൽ അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കൂടെ കുറേയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മൾക്ക് സെൽഫ് ഹാം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു ടൈമിൽ ഉണ്ടാവുക. നമുക്ക് സെൽഫ് ഹാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ മൂഡ് സ്റ്റെബിലൈസ് അല്ലാതെ നിൽക്കുമ്പോൾ. പിന്നെ ചില ആളുകൾക്ക് വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചില ആളുകൾക്ക് ഈ ഒരു ഇമോഷണൽ പെയിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, ഫിസിക്കലായിട്ട് അവർ പെയിൻ ഉണ്ടാക്കും അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യും. ആ ഒരു ഇമോഷണൽ പെയിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ നുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, അതിൽ നിന്നും ശ്രദ്ധ മാറും. അപ്പം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇവിടെ പറയുന്നത്. എന്താവും, ആ ഒരു ഇമോഷണൽ പെയിന് മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാക്കാം. അതേപോലെ അപ്പോൾ ഈ എൻഡോർഫിൻസിൽ അബ്നോർമാലിറ്റി വരുമ്പോൾ ഇങ്ങനത്തെ സെൽഫ് ഡിസ്ട്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഈ അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്. ഈ എൻഡോർഫിൻസിൽ, അതായത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണേ, നല്ല മഴയുണ്ട് പുറത്ത്. ഓക്കെ. ഈ എൻഡോർഫിൻസിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും മൂഡ് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഡിപ്രഷൻസൊക്കെ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫുഡിൻ്റെ ഇൻടേക്ക്, അതായത് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാത്തൊരവസ്ഥ ഉണ്ടാവും. അതേപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാരിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയില്ല, എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ വാഷ്റൂമിൽ നിൽക്കാതെ പോവുക. അപ്പോൾ അതൊക്കെ എന്താക്കി, ആ കാരണങ്ങളൊക്കെ എന്താക്കും, നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ എൻഡോർഫിൻ ലെവൽ കുറയുമ്പോൾ. അടുത്തതാണ് നമ്മൾ അഡിക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അഡിക്ഷൻ നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്ലഷർ കിട്ടും. അത് കിട്ടുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്ന ഹെറോയിന്, മോർഫിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കിട്ടുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. അതായത് അത് നമ്മളൊരു ബിഹേവിയർ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടുന്നത്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, അതിലൊരു അഡിക്ഷൻ വരികയാണ് ചെയ്യുന്നത്. ഫസ്റ്റാണ് ത്രിൽ സീക്കിംഗ് ബിഹേവിയർ. അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എക്സസൈസ് പോലുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് എന്താക്കും, ഒരുപാട് പ്ലഷർ അല്ലെങ്കിൽ ഒരു യൂഫോറിക് സ്റ്റേറ്റ് കിട്ടും. അത് കിട്ടുമ്പോൾ നമ്മൾ എന്താക്കും, ആ ഒരു ആക്ടിവിറ്റി തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അതിൻ്റെ ടൈമും നമ്മൾ കൂട്ടിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അതിൻ്റെ ടൈം നെഗറ്റീവ് കോൺസിക്വൻസസിനെ, അതിൻ്റെ ടൈം നമ്മൾ കൂട്ടിക്കൊണ്ടേ നിൽക്കും. പക്ഷെ നമ്മൾ എന്താവുന്നില്ല, ബോധേഡാവുന്നില്ല അതിൻ്റെ ഒരു നെഗറ്റീവ് കോൺസിക്വൻസസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി ത്രില്ലോട് കൂടിയിട്ട് തന്നെ ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അടുത്തതാണ് പെയിൻ റിലീഫ് ആൻഡ് പ്ലഷർ.
ഈ എൻഡോർഫിൻ നമ്മൾ പറഞ്ഞു നാച്ചുറൽ പെയിൻ കില്ലർ ആണെന്ന്, അതായത് പെയിനെ കുറക്കുക, പ്ലഷർ കൂട്ടുക. അപ്പോൾ ഇതേ എഫക്റ്റ് തന്നെ ചില സബ്സ്റ്റൻസ് നമുക്ക് തരും. അതായത് പെയിൻ റിലീഫ് തരുന്ന ഡ്രഗ്സ് ആണ് ഒപ്പിയോയിഡ്സ് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞത്, അതായത് ഹെറോയിന്, മോർഫിൻസ്, അതൊക്കെ. അപ്പോൾ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ മോർഫിനും ഹെറോയിൻസ് ഒക്കെ തരിക. അപ്പോൾ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കും ചില ആളുകൾ ഈ ഒരു നമ്മൾ പറഞ്ഞ ഒരു ബിഹേവിയറിനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. അതായത് ഹെറോയിനും മോർഫിനൊക്കെ യൂസ് ചെയ്യുന്നത് അത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ ക്രേവിങ് കൂട്ടും. ആ ക്രേവിങ് കൂട്ടുമ്പോൾ എന്താവും, ആ സബ്സ്റ്റൻസ് യൂസിലേക്ക് എത്താനുള്ള ഒരു റീസൺ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുക. അതായത് പെയിൻ കുറയുക, പ്ലഷർ കിട്ടുക. സോ നമ്മൾ പുറത്തുനിന്നില്ല സബ്സ്റ്റൻസ് എടുക്കുന്നത്, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് റിവാർഡ് സിസ്റ്റം ആക്ടിവേഷൻ. നമുക്ക് എൻഡോർഫിൻ റിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ബ്രെയിന് റിവാർഡ് സിസ്റ്റം ഉണ്ട് അല്ലേ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല നല്ല എഫക്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ തരാൻ വേണ്ടിയിട്ടുള്ളൊരു, അതായത് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പോതലാമസിന് ഫീഡിങ് സെന്റർ ഉണ്ട്, സാറ്റിറ്റി സെന്റർ ഉണ്ട്. അതേപോലെ തന്നെ ബ്രെയിന് റിവാർഡ് സിസ്റ്റം ഉണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്ത്, ഈ എൻഡോർഫിന്റെ റിലീസ്. അപ്പോൾ എൻഡോർഫിൻ റിലീസ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നിക്കുകയാണ് ചെയ്യുന്നത്. അതും എന്താക്കുന്നുണ്ട്, ആ ഒരു അഡിക്ഷൻ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ടോളറൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു പഗ് കഴിക്കുമ്പോൾ അത് അതിലേക്ക് കൂട്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ പഗ് കഴിക്കുക, പിന്നെ മൂന്നാമത്തെ പഗ് കഴിക്കുക, അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുക. ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ അത് നമ്മൾ ആ ഒരു കാര്യം ആ ഒരു ബിഹേവിയർ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിന് നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റത്തിനെ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നോർമലി എൻഡോർഫിന്റെ എഫക്റ്റ് മതിയാവാതെ വരും. അപ്പോഴാണ് നമ്മൾ ഒരു പെഗ് കഴിക്കുന്നത് എന്താക്കും, കൂട്ടിയിട്ട് 2 പെഗ്ഗാക്കും, അതും കൂട്ടിയിട്ട് 3 പെഗ്ഗാക്കും. ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്തായി, അതിനായിട്ട് ടോളറൻസുമായി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുകയാണ് ചെയ്യുക. അടുത്തതാണ് വിഡ്രോവൽ ആൻഡ് റിലാപ്സ്. നമ്മൾ പറഞ്ഞു എൻഡോജീനിയസ് ഒപ്പിയോയിഡ്സിന് പകരം എന്താണ് ഒപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ നമ്മൾ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എൻഡോജീനിയസ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് യൂസ് ചെയ്യാൻ തുടങ്ങി, അതായത് എക്സോജീനിയസ് ഒപ്പിയോയിഡ്സ് നമ്മളെ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ആ സബ്സ്റ്റൻസ് യൂസ് നിർത്താൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് കൈ വിറയുക, അല്ലെങ്കിൽ നോർമൽ ഫങ്ഷൻസിനെ അത് ബാധിക്കുക, അല്ലെങ്കിൽ കുടിച്ചാലേ നമുക്ക് നോർമൽ ഫങ്ഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ എന്നൊക്കെ എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. ആ ഒരു വിഡ്രോവൽ സിംറ്റംസ് എന്ത് ചെയ്യും, റിലാപ്സിലേക്ക് ലീഡ് ചെയ്യും. റിലാപ്സ് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു സബ്സ്റ്റൻസ് വീണ്ടും നമ്മൾ യൂസ് ചെയ്യും. അതിനെയാണ് വിഡ്രോവൽ ആൻഡ് റിലാപ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ പെയിന് മാത്രമല്ല, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും അതിൻ്റെ റീസൺസ് എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ അവർ ഓരോ റീസൺസ് പറയും നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡ്രഗ്സ് അവർ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ എത്ര റിസ്കി ബിഹേവിയർ അവരെടുക്കാൻ തയ്യാറാവും അവർക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ 4 ഹാപ്പി ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പല രീതിയിലാണല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു ഡോസ് എന്നുള്ളത്, ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോസിൻ. അപ്പം നമ്മൾ പറഞ്ഞ എൻഡോർഫിൻ, ഈ 4 ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ആണ് ഡൊപ്പാമിൻ. ഡൊപ്പാമിൻ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഡൊപ്പാമിൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട്. എപ്പോഴൊക്കെ നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നടക്കുമ്പോൾ, അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഡൊപ്പാമിൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെ ഓരോ ഷെഡ്യൂൾസ് കൊടുത്തിട്ട് ആ ഒരു ദിവസം അത് ഫുള്ള് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താവുന്നുണ്ട്,
ആ ഒരു ഡൊപ്പാമിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴും അതും അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അതിലൂടെയൊക്കെ ഈ ഡൊപ്പാമിൻ്റെ റിലീസ് നമുക്ക് നടത്താം. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നത് നമ്മളൊരു സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കെട്ടിപ്പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻറ്റിമസി ഫീൽ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു ഓക്സിറ്റോസിൻ്റെ റിലീസ് നമ്മളെ ബോഡിയിൽ നാച്ചുറലായിട്ട് നടക്കുന്നത്. അടുത്തതാണ് സെറട്ടോണിൻ. സെറട്ടോണിൻ റിലീസ് ചെയ്യാൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം, അതേപോലെ തന്നെ യോഗ ചെയ്യാം, അതേപോലെ മറ്റുള്ളവരോട് നന്ദി പറയാം, നല്ല ക്ഷമയോടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, സെറട്ടോണിൻ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അടുത്തതാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതായത് വ്യായാമം ചെയ്യണം, ഒരുപാട് ചിരിക്കണം, ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, അക്യുപഞ്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അതായത് എന്താണ് എൻഡോർഫിൻ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫങ്ഷൻസ് എന്താ നോക്കി, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള എങ്ങനെയൊക്കെയാണ് ഈ എൻഡോർഫിനെ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. Hello, Rita ma'am. Thank you, and it was a nice presentation. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ?